ഗുഡ് മോർണിംഗ്. ഡിസംബർ 15 ഇൻകം ടാക്സിൻ്റെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്, അഡ്വാൻസ് ടാക്സിൻ്റെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കേണ്ട അവസാന തീയതി നാളെയാണ്. അപ്പോൾ ആരാണ് അഡ്വാൻസ് ടാക്സ് അടക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ടാക്സ് ലാബിലിറ്റി, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളുടെ ടാക്സ് ലാബിലിറ്റി 10,000 റുപ്പീസ് മുകളിലാണെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഡ്വാൻസ് ടാക്സ് അടക്കണം. ഈ 10,000 രൂപയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിന് TDS വല്ലതും ആരെങ്കിലും നമ്മളിൽ നിന്ന് കട്ട് ചെയ്താൽ അതും കൂടി നമ്മളിന്ന് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വാർട്ടർ വരെയുള്ള TDS അത്ര നമ്മളിൽ നിന്ന് നമ്മളുടെ കസ്റ്റമറൊക്കെ കട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടക്കേണ്ടത്. അപ്പോൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് ഇൻകം ടാക്സ് ആക്റ്റിൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? IT ഫയൽ ചെയ്യുന്നതും അതിൻ്റെ ടാക്സേഷനൊക്കെ നമ്മൾ നോക്കുന്നത്. അതായത് 24-25 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്യുന്നത് 25-26 അസസ്മെൻറ്റ് ഇയറിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ആക്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഫയലൊക്കെ ചെയ്തു അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ, പക്ഷേ നിങ്ങളുടെ ടാക്സ് ലാബിലിറ്റി 10,000 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടക്കണം. അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ ടാക്സ് ലാബിലിറ്റീൻ്റെ 15% ജൂൺ 15-നും, അടുത്ത 45% സെപ്റ്റംബർ 15-നും, 75% ഡിസംബർ 15-നും, ബാക്കിയുള്ള 25%, അതായത് 100% മാർച്ച് 15-നുമായി നമ്മൾ അഡ്വാൻസ് ടാക്സ് അടക്കണം എന്നാണ് ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്. അപ്പോൾ മറക്കണ്ട, തീർച്ചയായിട്ടും നാളെ ഡിസംബർ 15-ന് മുമ്പായി തന്നെ നിങ്ങളുടെ മൂന്നാമത്തെ അഡ്വാൻസ് ടാക്സ് അടക്കുക. താങ്ക് യു വെരി മച്ച്.